കോഴിക്കോട് AI തട്ടിപ്പിലൂടെ പണം തട്ടിയെടുത്ത കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. പാലാഴി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ AI തട്ടിപ്പ് കേസാണിത്. വിവരങ്ങൾ VS രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, എവിടെ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? ആരൊക്കെയാണ് പ്രതികൾ? ബിനിൽ, കേരളത്തിൽ ആദ്യത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീഡിയോ കോളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു കേസാണിതും. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായിരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് എന്ന് പരിചയപ്പെടുത്തി സുഹൃത്തിന്റെ വോയിസും വീഡിയോ ഇമേജും ഫേക്കായി ക്രിയേറ്റ് ചെയ്താണ് ഹോസ്പിറ്റൽ ചെലവിനാണ് എന്ന് പറഞ്ഞ് 40,000 രൂപ തട്ടിയെടുത്തിട്ടുള്ളത്. ഈ കേസിലാണ് ഇപ്പോൾ ഒരു പ്രധാന പ്രതിയായിട്ടുള്ള മുഹമ്മദ് അലി 34 വയസ്സ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ അറസ്റ്റിലായിട്ടുള്ളത്. ഈ കേസിലുള്ള മറ്റു പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു പ്രതികൾ എന്ന് പറയുന്നത് ഈ പ്രശാന്താണ് പ്രധാന പ്രതി. പ്രശാന്തിന് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതിനായി സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ച് നൽകുകയും വ്യാജ വാട്സപ്പ് അക്കൗണ്ടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നവരുമായ മഹാരാഷ്ട്ര സ്വദേശികളായ അമരീഷ് അശോക് പാട്ടീൽ, സിദ്ധേഷ് ആനന്ദ് കർവേ തുടങ്ങിയവരാണ് മറ്റുള്ളവർ. ഇവരെയൊക്കെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത്. നമ്മളെ സുഹൃത്തുക്കളുടെയൊക്കെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളെയൊക്കെ ലോക്ക് ചെയ്യാത്ത അക്കൗണ്ടുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഹൃത്തുക്കളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വീഡിയോ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താണ് സഹായം ആവശ്യപ്പെടുന്നത്. ഇവിടെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയാണ് പാലോഴി സ്വദേശിയായ രാധാകൃഷ്ണനിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്തത്. ഓക്കെ, വ്യക്തമാണ്. കേരളത്തിലെ ആദ്യത്തെ AI തട്ടിപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അത്യാധുനിക തട്ടിപ്പിൽ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാലാഴി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് VS രഞ്ജിത്ത്.